എല്ലാവർക്കും നമസ്കാരം. PSC ആദ്യമായി തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ PSCക്ക് ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ, ദയവായി ഈ വീഡിയോ മുഴുവനായി കാണുക. അതിനു മുമ്പ് ഈ പറയുന്ന ചില വിജ്ഞാപനങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശവും കൂടി ഈ വീഡിയോയ്ക്കുണ്ട്. നമുക്കറിയാം, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, വിജ്ഞാപനം വന്നിട്ടുണ്ട്. പ്രിലിംസ് പ്ലസ് മെയിൻസ് പ്ലസ് ഫ്രീ ഇന്റർവ്യൂ എന്ന് പറയുന്ന രീതിയിലായിരിക്കും നമ്മുടെ കോഴ്സുകൾ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. അതോടൊപ്പം ഓഫ്ലൈനും ഓൺലൈനായിട്ടും നിങ്ങൾക്ക് എന്ത് അവൈലബിൾ ആയിരിക്കും, ബാച്ചുകൾ അവൈലബിൾ ആയിരിക്കും. ഇനി അതുപോലെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ വിജ്ഞാപനം വന്നിട്ടുണ്ട്. അതിനും ഈ പറയുന്ന ഓഫ്ലൈനും ഓൺലൈനും ബാച്ചുകൾ അവൈലബിൾ ആണ്. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിനും ഈ പറയുന്ന പോലെ ഫ്രീ ഫിസിക്കൽ ട്രെയിനിങ് ഉണ്ടാവും, ഫ്രീ ഇന്റർവ്യൂ ഉണ്ടാവും. പ്രിലിംസ് പ്ലസ് മെയിൻസ് എന്ന് പറയുന്ന കോഴ്സ് ആയിരിക്കും ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. അതിനും ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ബാച്ചസ് ഉണ്ടായിരിക്കും. CPO വിജ്ഞാപനം വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടും ഈ പറയുന്ന ഫ്രീ ഫിസിക്കൽ ട്രെയിനിങ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പക്ഷേ അത് ഓഫ്ലൈൻ സ്റ്റുഡൻസിന് മാത്രമായിരിക്കും ഉണ്ടാവുക. ഇതും ഓഫ്ലൈൻ സ്റ്റുഡൻസിന് മാത്രമായിരിക്കും ഉണ്ടാവുക. അതുപോലെ ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു RRBയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗ്രൂപ്പ് ഡിയുടെ റിക്രൂട്ട്മെന്റും ഉണ്ട്. അവസരങ്ങളുടെ ഒരു പെരുമഴ തന്നെയാണ് RRB ഈ പറയുന്ന 2025 നമുക്ക് മുമ്പിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന അവസരങ്ങളെല്ലാം നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സമയം കളയാതെ ടാലന്റ് അക്കാഡമിയുമായി എന്ത് ചെയ്യുക, ബന്ധപ്പെടുക, കോഴ്സുകളിൽ ജോയിൻ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, ജോലി വാങ്ങിക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ PSC പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രൊസീജിയറും മറ്റു കാര്യങ്ങളും ഒക്കെ വ്യക്തവും കൃത്യവുമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കുക. ആദ്യത്തെ പടി, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. കേരള PSCയുടെ സൈറ്റിലേക്ക് പോവുക. www.keralapsc.gov.in എന്ന് പറയുന്ന സൈറ്റിൽ ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ അടിസ്ഥാന വിവരങ്ങളൊക്കെ കൊടുത്ത് അവിടെ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉള്ള എല്ലാ പോസ്റ്റുകളിലേക്കുമുള്ള നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ രജിസ്റ്റർ ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും. ഓരോ പോസ്റ്റ് അനുസരിച്ച് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഈ പറയുന്ന അപ്ലൈ ബട്ടൺ അമക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അപ്ലൈ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ജോലികൾക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം. അങ്ങനെ അപേക്ഷിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായും ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ഡോക്യുമെന്റ്സ്. നിങ്ങൾ ഈ പറയുന്നത് പോലെ SSLC പാസ്സായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ, ഡിഗ്രി പാസ്സായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന ടൈപ്പിംഗ് ടെസ്റ്റുകൾ പാസ്സായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ, അഡീഷണൽ യോഗ്യതകൾ നേടിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഡോക്യുമെന്റുകളെല്ലാം ഇതിനകത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. നിങ്ങളുടെ പ്രൊഫൈലിനകത്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് കാൻഡിഡേറ്റ്സ് മസ്റ്റ് പ്രൊഡ്യൂസ് ഒറിജിനൽ ഡോക്യുമെന്റ്സ് ടു പ്രൂവ് ദിയർ ക്വാളിഫിക്കേഷൻ, ഏജ് ആൻഡ് കമ്മ്യൂണിറ്റി വെൻ റിക്വസ്റ്റഡ്. നമ്മൾ ഈ പറയുന്ന, അതായത് ഓൺലൈൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന രേഖകൾക്ക് പുറമെ ഡോക്യുമെന്റ്സിന്റെ ഒറിജിനൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഇവിടെ ഹാജരാക്കേണ്ട വരും റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത്. പ്ലസ് നമ്മൾ ഈ പറയുന്ന ജോലിയെല്ലാം ലിസ്റ്റിലെല്ലാം വന്നതിന് ശേഷം നമുക്കൊരു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാവില്ലേ, ആ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും എന്ത് നമ്മൾ ഹാജരാക്കേണ്ടതാണ്, ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ഹാജരാക്കേണ്ടതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടെ രജിസ്ട്രേഷൻ, ആപ്ലിക്കേഷൻ, അത് കഴിഞ്ഞാൽ ഡോക്യുമെന്റ്സ്. പിന്നെയുള്ളത് ഫോട്ടോഗ്രാഫാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഒരുപാട് സമയം കളയുന്ന ഒരു പ്രധാന പ്രക്രിയയാണ് PSCയെ സംബന്ധിച്ചിടത്തോളം. ഈ ഫോട്ടോഗ്രാഫ് ഏതൊക്കെ സൈസിലാണ് വേണ്ടത് എന്നുള്ള കാര്യവും വ്യക്തവും കൃത്യവുമായി നോട്ട് ചെയ്യുക. ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മസ്റ്റ് ബി ടേക്കൺ ആഫ്റ്റർ December 31, ഡിസംബർ 31 ശേഷം എടുത്തിട്ടുള്ളതായിരിക്കണം. അതായത് 2013 ഡിസംബർ 31 മുമ്പ് എടുത്തിട്ടുള്ള ഫോട്ടോ ആയിരിക്കണം. അതിനുശേഷം എടുത്തിട്ടുള്ള ഫോട്ടോ ആയിരിക്കണം. അതുപോലെ 4.5 സെന്റിമീറ്റർ ഇൻറ്റു 3.5 സെന്റിമീറ്റർ ആയിരിക്കണം സൈസ്. ഫേസും ഷോൾഡേഴ്സും ക്ലിയർ ആയിട്ടുണ്ടായിരിക്കണം. ബാക്ക്ഗ്രൗണ്ട് വൈറ്റോ ലൈറ്റ് കളേർഡോ ആയിരിക്കണം. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളോട് നോട്ട് ചെയ്യുക. ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് December 31, 2013 ശേഷം എടുത്തിട്ടുള്ളതായിരിക്കണം. 4.5, 3.5 സെന്റിമീറ്റർ സൈസ് ഉള്ളതായിരിക്കണം. ഫേസും ഷോൾഡേഴ്സും കൃത്യമായി കാണാവുന്ന തരത്തിലുള്ളതായിരിക്കണം. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടോ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടോ ആയിരിക്കാം, കുഴപ്പമൊന്നും ഇല്ല. ഇനി അതുപോലെ ആപ്ലിക്കേഷൻ ഫീ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരള PSC ഒരു തരത്തിലുള്ള ആപ്ലിക്കേഷൻ ഫീ നമ്മളിൽ നിന്നും വാങ്ങുന്നില്ല എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. പിന്നെ കൺഫർമേഷൻ. നമുക്കറിയാം, നമ്മൾ എക്സാമിന് അപ്ലൈ ചെയ്തൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും OMR ടെസ്റ്റ് അല്ലെങ്കിൽ ഓൺലൈൻ ടെസ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്, കൺഫർമേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പ്രൊഫൈലിൽ കയറി കൺഫർമേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതും ഒന്ന് നോട്ട് ചെയ്യണം. പിന്നെ അഡ്മിഷൻ ടിക്കറ്റ്, കൺഫർമേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞ് പരീക്ഷയ്ക്ക് 2 ആഴ്ചയോ 1 ആഴ്ചയോ ഒക്കെ ഉള്ള സമയമാകുമ്പോൾ നമുക്ക് എന്ത് നമ്മുടെ പ്രൊഫൈലിൽ അവൈലബിൾ ആയിരിക്കും, ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കും. അത് ഡൗൺലോഡ് ചെയ്തായിരിക്കണം നിങ്ങൾ എവിടെ പോകേണ്ടത്, പരീക്ഷാ ഹാളിലേക്ക് പോകേണ്ടത്.
ഇനി റിജക്ഷൻ എപ്പോഴാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അതായത് നമ്മൾ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു ഇനെലിജിബിലിറ്റി നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ നിങ്ങളുടെ എന്ത് റിജക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചു വേണം എന്ത് ചെയ്യാൻ, അപ്ലൈ ചെയ്യാൻ. ഇനി ഉള്ളത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്സ് ആണ്. ആപ്ലിക്കേഷൻസ് ഈ പറയുന്ന ഡിഫക്റ്റീവ് ആയിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ്സ് ആണ് എന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ എന്താവുക, ഈ പറയുന്നത് പോലെ റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് PSCയിൽ അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്, ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് ഫോട്ടോയുടെ കാര്യം മറക്കരുത്. അതുപോലെ അപ്ലൈ ചെയ്യുന്നത് പോസ്റ്റും മറ്റ് കാര്യങ്ങളും എലിജിബിലിറ്റി എല്ലാം നോട്ട് ചെയ്ത് വെച്ചേക്കണം. എലിജിബിലിറ്റി പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഡോക്യുമെന്റ്സും മറ്റ് കാര്യങ്ങളും എല്ലാം ഒറിജിനൽ ആയിട്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ ഈ ചെറിയ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.